ഇല്ലേ ഹൈവേ എത്ര മണിക്കൂർ എന്നിട്ട് പറഞ്ഞ എന്ത് ചേട്ടൻ വരത്തണ്ട 4 മണിക്കൂർ കൊണ്ട് എത്തുന്നല്ലേ? തിരുവനന്തപുരം to ഇവിടെ 6 മണിക്കൂർ അങ്ങനെ പറഞ്ഞു. 6 മണിക്കൂർ റോഡൊക്കെ നല്ല സെറ്റപ്പ് തന്നെയല്ലേ? ഇപ്പൊ 100 പോവാ കാറില്, അതിന്റെ അപ്പുറം പോകാൻ പറ്റില്ലല്ലോ. ഓ കാറിൽ 120 പോകാൻ പറ്റില്ല. മറ്റേ കാറില് പോയപ്പോ 100 പോയപ്പോ ചോപ്പിലായിട്ട് അടിച്ചേ ഫൈൻ കിട്ടും. പക്ഷെ ഈ റോഡിലൊക്കെ പോകേണ്ട വരില്ലോ. അതെല്ലാം നല്ല 6 മണിക്കൂർ ഇപ്പൊ തിരക്കില്ല. അപ്പൊ ഇനിയിപ്പോ കാലക്രമേണ എന്തായാലും റോട്ടിൽ നല്ല തിരക്കാവും. ആദ്യം പാലക്കാട് റോഡൊക്കെ കണ്ടിട്ടില്ലേ? ഒരു സിഗ്നൽ കിട്ടിയെന്ന് പറയാം. ഇപ്പൊ 3 സിഗ്നലൊക്കെ 4 സിഗ്നലൊക്കെ ചിലപ്പോൾ കിട്ടണം. ഇപ്പൊ മാറ്റങ്ങൾ വരും. മെട്രോയാവും. പിന്നെ കറക്റ്റ് ട്രാക്കണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. 5 സീറ്റ് വെറുതെ പോകണം ഒരാൾക്ക് വേണ്ടിട്ട്. അത് ഷെയർ ടാക്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും വിചാരിക്കണു. അതന്നെ വരാൻ പറഞ്ഞത് ആള് പെട്രോളിന്റെ നിയന്ത്രണം കുറയ്ക്കാൻ. വലിയ വലിയ കമ്പനികളാക്കിയ മതി. ഏതാടാ അവിടെ ഒരു 1500 സ്റ്റാഫ് ഉണ്ട്. 2 നേരം പണി ഷിഫ്റ്റ് അല്ല പിന്നെ അങ്ങനെ നോക്കുമ്പോ കൊറേ ഉപയോഗം കുറയും. എന്തൊക്കെയാണോ എത്ര കോടി ജനങ്ങളല്ലേ. എന്തായാലും ചേട്ടന്റെ ഈ ഹൈവേനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഇട്ട് നോക്കാം അല്ലേ? എങ്ങനെ വയറായാലോ എന്തിനാ പോണേ എവിടേക്കാ പോണേന്നൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ അല്ല നമുക്ക് കേട്ടാനുണ്ടല്ലോ കാര്യങ്ങള്. അല്ല പിന്നെ അപ്പോ ഒക്കെ ഇതെന്നിട്ട് അഭിപ്രായം നോക്കിയേക്കാം. ജനങ്ങളെ ഏറ്റെടുക്കാൻ നോക്കിയേക്കാം.